ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും ഓണൊക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഓണൊക്കെ സദ്യയൊക്കെ കഴിച്ച് ക്ഷീണിച്ചിങ്ങനെ മയങ്ങിയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള എല്ലാവർക്കും, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എൻ്റെ വക, എൻ്റെ ഫാമിലീൻ്റെ വക 1000 ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും ഓണത്തിൻ്റെ വിശേഷങ്ങളെന്ന് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള നമ്മുടെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതിലൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു, കോളേജത്തെയും സ്കൂളത്തെയൊക്കെ അല്ലേ. ഇപ്പോൾ വീട്ടിലത്തെ ഓണാഘോഷ പരിപാടിയാണ്. ഇപ്പൊക്കെ പറഞ്ഞാൽ അടിച്ചുപൊളി, ഫുള്ള് അടിച്ചുപൊളി പറഞ്ഞാൽ ഫുള്ള് ത്രില്ലി, ഫുൾ ഫയറാണ്. നമ്മുടെ ആദ്യത്തെയൊക്കെ ഓണമുണ്ടല്ലോ, ആദ്യം പണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഈ 90 വസന്തം എന്ന് പറയുമല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് അങ്ങോട്ട് ഓണുണ്ടല്ലോ, അടിപൊളിയാണ്, നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ അത്രയും ചെറുപ്പത്തെ ആ ഓണത്തിൻ്റെ ഒരു ഓർമ്മകൾ പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. അത്രയും എന്താ പറയുക, അത്രയും പ്രഷ്യസ് ആണെന്നൊക്കെ പറയില്ലേ, അത്രയും അതാണ് നമ്മുടെയൊക്കെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ നമ്മളൊന്നും പൂക്കളാടില്ല കേട്ടോ, പക്ഷേ എനിക്ക് പൂക്കളാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ചിലപ്പോൾ വെറുതെ വീട്ടിലിങ്ങനെ മുറ്റത്തിടും കേട്ടോ. എനിക്കാരുടെ വീട്ടിൽ വന്നിട്ട് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായി പൂക്കളാടുന്ന പറഞ്ഞാൽ, ഭയങ്കര ഇഷ്ടം. അപ്പോൾ പണ്ടൊക്കെ എന്താ ചെയ്യാറിയോ, തുമ്പപ്പൂ പറിക്കാൻ ഭയങ്കര പണിയാണല്ലോ. അപ്പോൾ ഇവർ ഈ പൂക്കളിടുന്ന സമയത്ത് ഞങ്ങൾ ചെറുതാകുമ്പോൾ ഇങ്ങനെ പോകും, തുമ്പപ്പൂ പറിച്ചു കൊടുക്കും. തുമ്പപ്പൂ പറിക്കാൻ ഇങ്ങനെ കുഞ്ഞിതല്ലേ, പക്ഷെ പറിച്ചുണ്ടല്ലോ എന്തൊരു സാധനം കാണാൻ. അത് ഇങ്ങനെ ഒരു ഇല ഉണ്ട്, ഒരു ഇലയിലിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ഇതാണ്. ഇപ്പോൾ തുമ്പപ്പൂ പറഞ്ഞ സാധനമല്ല, നമുക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ല തുമ്പപ്പൂ. നമ്മുടെ പാടത്തിലൊക്കെ പോയാൽ കുറച്ച് ഇട്ടായിരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ തുമ്പപ്പൂ നിറയെ ആയിരിക്കും. അതേപോലെ മുക്കുറ്റി അങ്ങനത്തെയൊക്കെ പറിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ അങ്ങനത്തേക്ക് നമ്മളിങ്ങനെ പറിച്ചിട്ട് ഇടുന്നവർക്ക് കൊടുക്കും കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ നല്ല ചെറുതാകുമ്പോൾ അവിടെ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവരുടെ പേരക്കുട്ടികളെല്ലാവരും, മക്കളും പേരക്കുട്ടികളെല്ലാവരും വരും. അപ്പോൾ അവരിങ്ങനെ ഊഞ്ഞാലിടുമ്പോൾ അതിൽ ഭയങ്കര ഇതാണ്. ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഞ്ഞാൽ, അതാണ് മനസ്സിലേക്ക് വരിക. ഊഞ്ഞാലാടുക, എന്താണ് ഈ ഓണം വെക്കേഷന് ഊഞ്ഞാലാടുക അങ്ങനത്തെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര രസമായിരിക്കും കേട്ടോ, ഓരോ കളികളൊക്കെ ആയിട്ട്. പിന്നെ തിരുവോണത്തിന് എന്ന് പറഞ്ഞാൽ തിരുവോണ ദിവസത്തിനൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികളുണ്ടാവും. ഇപ്പൊക്കെ അങ്ങനെ ഉണ്ട് തോന്നുന്നു, ഉണ്ട്, കുറച്ചൊക്കെ ആയിട്ടുണ്ട് എല്ലാവിടെയും. ഇങ്ങനെ ഗ്രൗണ്ടോ എന്തെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ ഇങ്ങനെ കളികളുണ്ടാവുമല്ലോ, മത്സരങ്ങൾ. എന്താ പറയുക, നാരങ്ങ സ്പൂണ് മത്സരം, പിന്നെ അതേപോലെ എന്താ ചാക്ക് ചാട്ടം, തവളച്ചാട്ടം, ഓട്ട മത്സരം. പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ സുന്ദരിക്ക് പൊട്ടുടൽ. അതാണ് ചിരിച്ച് മതിയാവുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഉറിയടിയും ഭയങ്കര രസമാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എല്ലാത്തിനും പങ്കെടുക്കും കേട്ടോ. ചെറുതാകുമ്പോൾ അങ്ങനെ എല്ലാത്തിനും കൂടും. ഇപ്പോഴത്തെ പോലെ ഒന്നല്ല, നമ്മൾ ഭയങ്കര ഉഷാറായിരുന്നു ചെറുപ്പത്തിൽ, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതിനൊക്കെ ഇങ്ങനെ പങ്കെടുത്തിട്ട് നമുക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ വെച്ച് കുഞ്ഞ് ക്ലാസ് കിട്ടും. അതേപോലെ ചെറിയ ഡപ്പ, ഈ മറ്റേ കുട്ടിക്കോറ എന്താ തോന്നുന്നു, ചെറിയൊരു ഡപ്പ ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. അത് പൗഡർ ഭയങ്കര മണാട്ടോ അതിന്. അതൊക്കെ കിട്ടിയുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ഒന്നും പറയണ്ട. ഇങ്ങനെ സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ പൗഡറൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അതേപോലെ ആ സമയത്ത് ടി വി ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്, പക്ഷേ എല്ലാ വീട്ടിലും ഓരോ ടി വി അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെക്കേഷനുള്ള സമയത്തൊക്കെ ഉമ്മമാൻ്റെ അവിടെ പോകും, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ അവിടെ ഇങ്ങനെ ടി വി കാണാൻ പോകുമ്പോൾ ഓരോ സിനിമ ഉണ്ടാവുമല്ലോ, ഓരോ ഇതിൽ എന്താണ്. അപ്പോൾ ഒരു ചാനലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഒരു സമയത്താണെങ്കിൽ അതേ സമയത്തായിരിക്കും വേറെ ചാനലിലും വേറെ സിനിമ, അല്ല നമുക്ക് ഇഷ്ടപ്പെട്ട വേറെ സിനിമ, രണ്ടും കൂടി ഒരേ സമയത്താണ് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചുള്ള ഓരോ സമയങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫോണിലൊന്നും കാണാനൊന്നുമില്ലല്ലോ, പിന്നെ എന്തെങ്കിലും കാണാൻ ഈ ടി വിയിലും കൂടി വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതാണ്. പിന്നെ ചെമ്പരത്തി പൂക്കൾ മാത്രമായിട്ടുള്ള ഓണപ്പൂക്കളം. പിന്നെ അതേപോലെ പണ്ട് അത്തം തുടങ്ങിയ പൂക്കളിടുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ വീട്ടുകളിലെ മുറ്റത്ത് കൂടെ പോയി എത്തി വെക്കും. എങ്ങനെയുണ്ട്, ഇവിടുത്തെ എങ്ങനെയുണ്ട്, അവിടുത്തെ എങ്ങനെയുണ്ട്, എന്നിട്ട് ഞങ്ങളിങ്ങനെ താരതമ്യം ചെയ്യും. ആ വീട്ടിലത്തെ നല്ലത് കേട്ടോ, അടിപൊളിയായിരുന്നു.
അപ്പോഴൊക്കെ ഈ നമ്മൾ നാട്ടിൽ കൂടെ പറിക്കുന്ന പൂക്കളുണ്ടല്ലോ, അതാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഓർമ്മകളൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ, ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഒരു മനസ്സിക്ക് ഒരു എന്താ പറയുക നല്ല ഓർമ്മകളും ഒരു കുളിർമയൊക്കെ നൽകുന്ന ഒരു സംഭവമാണ് ഓണം എന്ന് പറഞ്ഞാൽ. ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഘോഷിക്കണം. അപ്പോൾ നല്ലൊരു ഒരു സന്തോഷം തരുന്നൊരു സംഭവമാണ് കേട്ടോ ഓണം. ഓണം പറയുമ്പോൾ മനസ്സിക്കൊരു സന്തോഷം, സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും എന്നൊക്കെ പറയുമല്ലോ ഓണം. അതുതന്നെയാണ് കേട്ടോ സംഭവം പറഞ്ഞാൽ. മനസ്സിക്ക് നമുക്ക് ഭയങ്കര ഓർമ്മകൾ തരുന്നൊരു സംഭവം. എപ്പോഴും നമ്മൾ മറക്കാത്തൊരു ഓർമ്മകളായിരിക്കും കേട്ടോ ഓണത്തിന്. പിന്നെ അതേപോലെ എന്താ പറഞ്ഞ് നിർത്തിയത്, അങ്ങനെ ഓരോ വീട്ടിലിങ്ങനെ പോയി നോക്കും. പിന്നെ അതേപോലെ ഗ്രൗണ്ടിൽ കളി ഉണ്ടാവും. അത് അപ്പോൾ ടി വിയിൽ ഒരു സിനിമ, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, എത്ര പരസ്യം ഉണ്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് വിറ്റ്. ഇപ്പോഴൊക്കെ നമുക്ക് തീരെ ക്ഷമല്ല, പരസ്യമൊക്കെ വന്നാൽ ദേഷ്യം വരും. ടി വിയിലൊന്നും കാണില്ലല്ലോ, അധികം നമ്മൾ ഫോണിലൊക്കെയാണ് സിനിമ കാണുക. പിന്നെ വല്ല ഇത് പെൻ ഡ്രൈവൊക്കെ കണക്റ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കാണുക. അപ്പോൾ എന്താണ് ഇപ്പം എന്ന് പറഞ്ഞാൽ തീരെ ക്ഷമല്ല, പരസ്യം വന്ന് അടിച്ചു വിടുക അങ്ങനത്തെയൊക്കെ പരിപാടി. പണ്ടെന്ന് പറഞ്ഞാൽ ആ പരസ്യം അടക്കം അങ്ങനെ ലയിച്ചിരുന്ന് കാണും, അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. അപ്പം ആ സമയത്തായിരിക്കും അപ്പുറത്ത് ഗ്രൗണ്ടിൽ കളി, ഇതും കാണണം, കളിക്കും പോകണം, അതും കാണണം. അങ്ങനെയായിട്ട് ആകെപ്പാടെ ഇതായിരിക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അതിരുന്ന് കാണും. അങ്ങനെ കുറേ ഓരോരുത്തർ ആ സമയത്തൊക്കെ മനസ്സിക്ക് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓണത്തിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല അടിപൊളി വീഡിയോ ഇട്ടായിരുന്നു. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരണം, അന്നത്തെ വീഡിയോ ഒക്കെ ആലോചിക്കുമ്പോൾ. എന്താ പറയുക, അപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ടാവുമല്ലോ, ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇപ്രാവശ്യം അങ്ങനെ നമുക്ക് സെറ്റ് തരി കൊടുത്തിട്ടൊന്നും അന്ന് വീഡിയോ എടുക്കാനും പറ്റിയില്ല. എന്നാലും നമുക്ക് ഓണത്തിനെ കുറിച്ച് എന്തായാലും ഒന്ന് പറയണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കേട്ടോ. ഇപ്പോൾ ഓണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്, ഇനി അതിന് പോകണം. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഇടാം, ഓണത്തിന് പോകണം. പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ മുന്നറിയിക്കാം കേട്ടോ. നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ എന്തൊരു തിരക്കാണെന്നറിയോ. അപ്പോൾ ഇക്കറിയാൻ ഉത്രാടപ്പാച്ചിലാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ടൗണിലൊക്കെ നല്ല തിരക്ക്, വണ്ടികളൊന്നും ഓടാൻ പറ്റാത്ത അത്രയും തിരക്ക് കേട്ടോ. കടകളാണെങ്കിലും ഒക്കെ തിരക്ക്. നബിദിനത്തിൻ്റെതായതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓണവും നബിദിനും വന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ വന്നിട്ടേ ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ പെരുന്നാളും ഓണം വന്നിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. പക്ഷേ ഈ ഓണവും നബിദിനും വന്നിട്ട് കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വന്നു, ഓണവും നബിദിനും രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ്. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് നബിദിനം. ഞാൻ അതിന് കുട്ടികൾക്ക് പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ ഓണം വിശേഷങ്ങൾ, നമ്മുടെ ഓർമ്മകൾ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സമയം കൂടി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ അതൊന്നും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. അപ്പോൾ അധികം ഞാൻ കുറച്ച് കൂടുതൽ വെറുപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. എന്നാലും കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ചാനലിൽ വീഡിയോ എല്ലാം മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓണത്തിന് പറയാമെന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളെല്ലാ സപ്പോർട്ടും, എനിക്ക് കുറച്ച് പൈസ ഉള്ളൂ, പക്ഷേ ആ ഒരു വ്യൂസും ഒരു കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ സഹിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.